അങ്ങനെ അവസാനം ഫോട്ടോഷോപ്പിലും പീപ്പിൾ സെലക്ഷൻ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൈറ്റ് റൂമിൽ ഈ പീപ്പിൾ സെലക്ഷൻ നേരത്തെ ഉണ്ടെന്ന് നമുക്കറിയാം. ലൈറ്റ് റൂമിൽ അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലാൻഡ്സ്കേപ്പ് AI. എന്തൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റ്സുകൾ? ഇതല്ലാതെ വേറെയും കുറേ കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റുകളുണ്ട്. ഇത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു റീനസ് അക്കാഡമി. നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. ഞാനും കുറേ അപ്ഡേറ്റിലായിരുന്നു. കുറേ AI, അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയറുകൾ, പുതിയ കോഴ്സിൻ്റെ കുറേ അധികം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതാണ് ഓൺലൈനിൽ കാണാതിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ആക്റ്റീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ആയിട്ട് കോഴ്സുകളും ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ലൈറ്റ് റൂമിൽ അല്ലെങ്കിൽ ക്യാമറ റോയിൽ വന്ന അപ്ഡേറ്റ് നോക്കാം. ലൈറ്റ് റൂമും ക്യാമറ റോയും ഒന്നാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. മാസ്കിൽ ലാൻഡ്സ്കേപ്പ് നമ്മളുടെ ഇമേജ് അനലൈസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ സെലക്ട് പീപ്പിളിൻ്റെ പോലെ തന്നെ, പീപ്പിൾ സെലക്ഷൻ്റെ പോലെ തന്നെയാണ് സ്കൈ സെലക്ഷൻ ഓൾറെഡി നമുക്കുള്ളതാണ്. മൗണ്ടെയ്ൻസ്, വെജിറ്റേഷൻസ്, ദാറ്റ് ഈസ് നമ്മുടെ ട്രീസൊക്കെയാണ് ഇതിൽ കൂടുതൽ ട്രീസ് ഉള്ളതുകൊണ്ട് അങ്ങനെ സെലക്ഷൻ വന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ട്, നാച്ചുറൽ ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെലക്ഷൻ വരുന്നത്. ഇനി ആർക്കിടെക്ചർ, വാട്ടറൊക്കെ ഉള്ള ഇമേജിനകത്താണെങ്കിൽ സ്കൈ സെലക്ഷൻ, മൗണ്ടെയ്ൻസ്, architectural, vegetations, that is trees and landscapes, water, natural ground. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് ക്ഷമിച്ച് കളയാം. ഇനി നമ്മളുടെ ആളുകളുള്ള ഇമേജ് ആണെങ്കിൽ പോലും ഓഫ് കോഴ്സ് പീപ്പിൾ സെലക്ഷൻ ഈസ് ദെയർ, ലാൻഡ്സ്കേപ്പ് സെലക്ഷൻ, സ്കൈ ആൻഡ് വാട്ടർ. ഇപ്പം നമ്മൾ വാട്ടർ സെലക്ട് ചെയ്തു എന്ന് വെച്ചോ, ആൻഡ് ക്രിയേറ്റ് മാസ്ക്. ഇനി മാസ്കിനകത്തുള്ള ബാക്കി എല്ലാ ഓപ്ഷൻസും ഇപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ലൈറ്റ് റൂമിനകത്തുള്ളത്. വേറെ പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല ലൈറ്റ് റൂമിനകത്ത്. ഇനി ക്യാമറ റോക്കകത്ത് വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റിമൂവ് ടൂളിനകത്താണ്. റിമൂവ് ടൂളിനകത്ത് റിഫ്ലക്ഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു, പീപ്പിളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമേജിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്ത് തരും. ലൈറ്റ് റൂമിനകത്ത് ഈ ഓപ്ഷൻ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് ലൈറ്റ് റൂമിനകത്തും ക്യാമറ റോക്കകത്തും വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ. ഇനി ഏപ്രിൽ അപ്ഡേറ്റിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിനകത്താണ്. സെലക്ഷൻ ടൂളിൽ വന്നു കഴിഞ്ഞാൽ സെലക്ട് പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് പീപ്പിൾ കാണിക്കുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആളുകളെയും ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആരെയാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ആളെ ക്ലിക്ക് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ആളുകളെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ സെലക്ട് ചെയ്തു. ആൻഡ് എൻ്റയർ പേഴ്സൺ സെലക്ട് ചെയ്യാൻ ജസ്റ്റ് എൻ്റയർ പേഴ്സൺ കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫേഷ്യൽ സ്കിന്ന്, അപ്പർ ബോഡി സ്കിന്ന്, ആംസ്, ഹാൻഡ്സ്, ഡ്രസ്സ്, ആക്സസറീസ്. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അപ്പർ ബോഡി സ്കിന്ന് സെലക്ട് ചെയ്തു, രണ്ടുപേരുടെ സെലക്ട് ചെയ്തു ആൻഡ് അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം സെലക്ട് ആയി. ഇനി നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ലൈക്ക് ഞാനൊരു ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സാച്ചുറേഷൻ ഇൻക്രീസ്, വാട്ടവർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് പ്രോസസ്സ് വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം. സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ്സോ സെലക്ഷൻസോ റിമൂവോ വാട്ടവർ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് സെലക്ഷൻ ടൂളിനകത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്, പീപ്പിൾ സെലക്ഷൻ. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ഫൈൻഡർ ഓൺ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് മൗസ് ഹവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, മൗസ് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക്, സെലക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ വേണ്ടത് അത് ചെയ്യാം. സെലക്ഷൻ എക്സ്പാൻഡ് ചെയ്യാനോ സെലക്ഷൻ മോഡിഫൈ ചെയ്യാനോ ഒക്കെ ഇത് ഉപയോഗിക്കാം. അല്ല അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഏതെങ്കിലും ആണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ചെയ്യാം. മാസ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. വട്ടവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
അടുത്തൊരു ഹ്യൂജ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് കളറാണ്. നമ്മളെ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാറിൽ അഡ്ജസ്റ്റ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ ഇല്ലെങ്കിൽ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാർ ഓപ്പൺ ചെയ്ത് കൊടുക്കാം, ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മേ ബി ഇതിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് ബീറ്റയിൽ വന്നപ്പോൾ ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയതാണ്. സോ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂ സാച്ചുറേഷൻ പാനൽ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ, ഇതുപോലെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് മാസ്റ്റർ, റെഡ്, യെല്ലോ, ഗ്രീൻ ഇങ്ങനെയായിരുന്നു ലിസ്റ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, അഡ്ജസ്റ്റ് കളർ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അഡ്ജസ്റ്റ് കളർ കിട്ടാൻ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാറിൽ തന്നെ വരണം. ഇവിടെ വന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിത് ജസ്റ്റ് പൊക്കി വെക്കാം, അഡ്ജസ്റ്റ് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഇതുപോലെ ഒരു പാനൽ കിട്ടും. ഇത് സത്യത്തിൽ ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ബട്ട് ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇമേജിനകത്ത് ഉള്ള കളേഴ്സ് ഇവിടെ ഓൾറെഡി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെടുത്തിട്ട് നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റെഡ് സെലക്ട് ചെയ്തു. റെഡിൻ്റെ സാച്ചുറേഷൻ ഇൻറ്റൻസിറ്റി ഒന്ന് കുറക്കണം, സി. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്തു, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കുകയോ കൂട്ടുകയോ, ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാം. മാത്രമല്ല നമുക്കൊരു സ്പെസിഫിക് കളറ് സെലക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെങ്കിൽ മാറ്റാം. ഐ ഡ്രോപ്പ് ടൂൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി പാനൽ എടുക്കുക. അത് അല്ലെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ പ്രോപ്പർട്ടീസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി പാനൽ വരും. ഇവിടെ നിന്നും നമുക്ക് ഐ ഡ്രോപ്പ് ടൂൾ എടുക്കാം. ദെൻ ഏത് കളറാണോ വേണ്ടത് അതിൽ ജസ്റ്റ് 1 ടാപ്പ്, ദെൻ അഡ്ജസ്റ്റ് ദ കളർ. കളർ ചേഞ്ച് ആണെങ്കിൽ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിയെല്ലാം ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് സത്യത്തിൽ നമ്മൾ നേരത്തെ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ AI സെലക്ട് ചെയ്ത് വെക്കുന്നു, നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഇതിൽ പ്രഷ്യസ് ആയിട്ടുള്ള കൺട്രോൾസ് നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് തന്നെ ചെയ്ത് വയ്ക്കാം. ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഒരു ഹ്യൂജ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇംപ്രവൈസേഷൻ ആണ്. നമ്മൾ മുമ്പ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു പെർഫെക്റ്റ് റിസൾട്ട് ഒന്നുമല്ല. ഇനിയിപ്പോൾ ക്ലൗഡ് പ്രോസസ്സിങ്ങിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഡിവൈസ് പ്രോസസ്സിംഗ് ആണ്, ക്ലൗഡ് പ്രോസസ്സിങ്ങിൽ ആണെങ്കിൽ പോലും നമുക്കൊരു അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കില്ല കിട്ടുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഇതുപോലത്തത്. അതുപോലെ തന്നെ ഹെയർ റിമൂവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ക്ലൗഡ് പ്രോസസ്സിങ് കുറെ കൂടെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ വരിക, ഇമേജ് പ്രോസസ്സിങ് എടുക്കുക. ഇവിടെ സെലക്ട് സബ്ജക്റ്റ് ആൻഡ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡിവൈസ് എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ക്ലൗഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഫാസ്റ്റർ ആണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയമെടുത്ത് ആക്യുറേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടതെങ്കിൽ സ്റ്റേബിൾ കൊടുക്കാം. അതുപോലെ തന്നെ റിമൂവ് ടൂള്, നമ്മുടെ റിമൂവ് ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെങ്കിൽ ആക്യുറേറ്റ് റിസൾട്ട് ആണെങ്കിൽ സ്റ്റേബിൾ കൊടുക്കാം. അതുപോലെ തന്നെ എൻഹാൻസ് ഡീറ്റെയിൽ പ്രോസസ്സ്, ഡീറ്റെയിൽ എൻഹാൻസ് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ സ്റ്റേബിൾ കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേബിൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ ആക്യുറേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ കുറച്ച് സമയമെടുക്കും പ്രോസസ്സ് ചെയ്യാൻ. അപ്പോൾ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കുക. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ചൂസ് മോർ സ്റ്റേബിൾ ടു ഇൻക്രീസ് സ്റ്റെബിലിറ്റി, യുവർ റിസൾട്ട് മേ ബി സ്ലോവർ, ചേഞ്ച് വിൽ ബി എഫക്റ്റ് നെക്സ്റ്റ് റീസ്റ്റാർട്ട് ഓൺ യുവർ ഫോട്ടോഷോപ്പ്. ഈ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ക്ലൗഡിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും, ഫാസ്റ്റർ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ക്ലൗഡിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫയലിന് അവർ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നൊന്നുമില്ല, ഇതിൻ്റെ ഒരു ഡാറ്റ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയുടെ ആവശ്യമില്ല. നമ്മൾ ക്ലൗഡിൽ നിന്ന് പ്രോസസ്സ് കൊടുക്കുന്ന കാരണം നമ്മളുടെ ഡാറ്റ അവർ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട.
ഓക്കെ കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഫോട്ടോഷോപ്പ് ഒന്ന് ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം. സോ ഞാൻ ഫോട്ടോഷോപ്പ് റീസ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. കുറച്ച് സമയമെടുക്കും, ബിക്കോസ് നേരത്തെ പറഞ്ഞാണ് നമ്മൾ കുറച്ച് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സ്റ്റേബിൾ റിസൾട്ട്, ലുക്ക് അറ്റ് ദാറ്റ്. നോർമലി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും നമ്മൾ? സോ ദിസ് ഇസ് ഫാൻറ്റാസ്റ്റിക്. ആൻഡ് നോക്കുക, ഓരോ ചെറിയ സ്ട്രിങ്സ് വരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സി, ഈ ചെറിയ സ്ട്രിങ്സ് വരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ ഫാൻറ്റാസ്റ്റിക് ജോബ്, ഡിഡ് വെൽ. ആൻഡ് ഇനിയും കുറച്ചുകൂടെ ഫൈൻ ട്യൂണൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ആൻഡ് മാസ്കിൽ പോയിട്ട് കുറച്ചുകൂടെ ഫൈൻ റിസൾട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹ്യൂജ് ഇംപ്രവൈസേഷനാണ് സെലക്ട് ആൻഡ് മാസ്ക്. സെലക്ഷനിൽ ഒരു ഹ്യൂജ് ഇംപ്രവൈസേഷനാണ്. അപ്പോൾ ഹെയറുള്ള ഇമേജ് ഒന്ന് നോക്കാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ജസ്റ്റ് ഓക്കെ. അടുത്തൊരു ഇമേജ് നോക്കാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ദിസ് ഇസ് ഓൾമോസ്റ്റ് ഓക്കെ. നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരുന്നു, ബ്ലാക്ക് ആയിരുന്നു, അതിനകത്തുള്ള അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ബെസ്റ്റാണ്. ഇതേ മുടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഹെയർ റിഫൈൻ ചെയ്യാൻ നമുക്ക് ഹെയർ റിഫൈൻമെൻറ്റ് ടൂൾ തന്നെ ഉപയോഗിക്കാം. ഐ തിങ്ക് അതായിരിക്കും ബെറ്റർ. അതിലും ഇംപ്രവൈസേഷൻ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സോ സെലക്ട് ആൻഡ് മാസ്ക് എടുക്കാം നമുക്ക്. എനി സെലക്ഷൻ ടൂൾ, സെലക്ട് ആൻഡ് മാസ്ക്, സെലക്ട് സബ്ജക്റ്റ്. സെലക്ട് സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്തത് ക്ലൗഡിൽ നിന്ന് തന്നെയാണ്, ഡിവൈസ് അല്ല. സോ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ആൻഡ് റിഫൈൻ ഹെയർ. See, the result is much better. Fine. Okay, so mostly fine ആണ്. അപ്പോൾ സെലക്ഷൻ ഇസ് പെർഫെക്റ്റ്. ഇത്രയും അപ്ഡേറ്റുകളാണ് ഫോട്ടോഷോപ്പ് ഏപ്രിൽ അപ്ഡേറ്റിനകത്തുള്ളത്. ഇനി മേ ബി ജൂണിലായിരിക്കും നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നുണ്ടാവുക. ഇനി ഫോട്ടോഷോപ്പ് ബീറ്റയിൽ വന്നിട്ടുള്ള 2 അപ്ഡേറ്റുകളാണ്. അതിൽ രണ്ടാമത്തെ അപ്ഡേറ്റ് ഭയങ്കര ഹ്യൂജ് അപ്ഡേറ്റ് ആയിപ്പോയി. ഇറ്റ്സ് അമേസിങ് എന്ന് തന്നെ പറയാവുന്ന അപ്ഡേറ്റ് ആണ്. ഒരുപാട് ആഗ്രഹിച്ച അപ്ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് അപ്ഡേറ്റ് നോക്കാം. അത് റിമൂവ് ടൂളിനകത്ത് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ ഇത് റിമൂവ് ടൂളിൻ്റെ ഉള്ളിലല്ല വന്നിട്ടുള്ളത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള സാധനം. അതായത് നമുക്കിപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിമൂവ് ടൂൾ എടുക്കും. റിമൂവ് ടൂൾ എടുത്തിട്ട് എന്താണ് നമുക്ക് വേണ്ടാത്ത എലമെൻറ്റ്സ് അത് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യും. ഓക്കെ, റിമൂവ് കൊടുക്കും. ചില കേസിൽ എനിക്കൊക്കെ എപ്പോഴും പറ്റുന്ന ഒരു സംഗതിയാണ്, നമുക്ക് ഈ വേണ്ടാത്ത ഒബ്ജക്റ്റിനെ ഇങ്ങനെ അല്ലാതെ ചിലപ്പോൾ നമ്മൾ ലാസോ ടൂളോ മറ്റേതെങ്കിലും ടൂളോ ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സെലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ റിമൂവ് ടൂൾ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അബദ്ധത്തിൽ പിന്നെ റിമൂവ് ടൂൾ വന്നിട്ട് ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്, അയ്യോ ഇത് റിമൂവ് ആയില്ലല്ലോ. പിന്നെ ജനറേറ്റീവ് ഫില്ലോ അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ആൻഡ് ഫിൽ സെലക്ഷനൊക്കെ കൊടുത്തിട്ടാണ് അത് കറക്റ്റ് ചെയ്യാറുള്ളത്. അപ്പം അതിന് പകരം പുതിയ ബീറ്റയ്ക്കകത്ത് വന്നിട്ടുള്ളതാണ് ഇവിടെ കോണ്ടെക്സ്റ്റുവൽ ടാസ്ക് ബാറിനകത്ത് റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിനകത്ത് നിന്ന് അത് റിമൂവ് ആവും. ഇങ്ങനെ വന്നുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ഭാഗങ്ങൾ ഈ ബ്രഷ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റാത്തെണ്ണം അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഫൈനായിട്ട് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സി, റിമൂവ് ടൂൾ ഉപയോഗിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫൈൻ. പറയുമ്പോൾ ജനറേറ്റീവ് എ ഐ ഓഫ് കൂടെയാണ് ഇവിടെ. ജനറേറ്റീവ് എ ഐ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജനറേറ്റീവ് എ ഐ ഉപയോഗിക്കാതെയാണ് ഈ 2 റിമൂവിങ്ങും ചെയ്തത്. അപ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളൊക്കെ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും
അയ്യോ ഇതിപ്പോൾ റിമൂവ് ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടുമല്ലോ എന്നൊക്കെ തോന്നുന്നത്. സോ അവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല, ഡിലീറ്റ് ആൻഡ് ഫിൽ സെലക്ഷൻ മാത്രമേ ഓപ്ഷനുള്ളൂ. ഡിലീറ്റ് ആൻഡ് ഫിൽ സെലക്ഷൻ റിമൂവ് ടൂളിൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ നമുക്ക് കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിനകത്ത് ഇത് ഉപയോഗിക്കാം. എനിക്ക് അഡോബിനോടുള്ള റിക്വസ്റ്റ് ഈ ഒരു ഫീച്ചർ എത്രയും പെട്ടെന്ന് ഫോട്ടോഷോപ്പ് ഒറിജിനൽ വേർഷനിൽ കൊണ്ടുവരണേ എന്നുള്ളതാണ്. ഞാൻ ബീറ്റയിൽ വർക്ക് ചെയ്യാറില്ല കേട്ടോ. ബീറ്റയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എപ്പോഴും ബഗ്സ് വരാൻ ചാൻസസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അധികം ബീറ്റയിൽ വർക്ക് ചെയ്യാറില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആക്ഷൻ പാനലാണ്. ആക്ഷൻ പാനലിൻ്റെ ആക്ഷൻ്റെ സിമ്പലേ മാറ്റിയിട്ടുണ്ട്. സി, നമുക്കൊരു പ്ലേ ബട്ടൺ ആയിരുന്നു ഫോട്ടോഷോപ്പിനകത്ത് ആക്ഷൻ പാനലിൽ ഉണ്ടാവുക. ഇതാണ് ഫോട്ടോഷോപ്പിലെ ആക്ഷൻ പാനലിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. ബട്ട് ഫോട്ടോഷോപ്പ് ബീറ്റയിലേക്ക് വരുമ്പോൾ ആക്ഷൻ പാനലിൻ്റെ ഐക്കൺ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ കണ്ടോ, ഇത് ഫോട്ടോഷോപ്പാണ് 2025. അതിനകത്ത് ഇങ്ങനൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഐക്കൺ കണ്ടപ്പോൾ ഇത് എന്താ പുതിയൊരു ഐക്കൺ വിചാരിച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ആക്ഷൻ പാനലാണ് വന്നത്. അപ്പോൾ അത് ബീറ്റയിൽ വന്ന അപ്ഡേഷൻ ഇതിലേക്കും കൂടെ വന്നിട്ടുള്ളതാണ്. എനിവേ, അപ്പോൾ ബീറ്റയിലേക്ക് വന്നു. ആക്ഷൻ പാനലിൽ വരികയാണെങ്കിൽ ആക്ഷൻ പാനൽ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾവേസ് ആക്ഷൻസ് ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ്. ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്ലോനെ അത്രയും എഫിഷ്യൻ്റാക്കി നമ്മൾ ഫാസ്റ്റ് ആക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ആക്ഷൻ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആക്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ഷനകത്തുണ്ട്. സോ ഇവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ഷൻസ് സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മുമ്പ് നമ്മളെ ലൈറ്റ് റൂമിനകത്ത് നമുക്ക് പ്രീസെറ്റുകൾ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായില്ല. പ്രീസെറ്റ് സെർച്ചിങ് ഓപ്ഷൻ വന്നപ്പോൾ ഭയങ്കരമായി. അതിപ്പോഴും ക്യാമറ റോയിൽ വന്നിട്ടില്ല. എനിവേ, അപ്പോൾ ആക്ഷൻ എന്തായാലും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബീറ്റയിലാണ്, ഉടനെ തന്നെ ഒറിജിനൽ വേർഷനിൽ വരും. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഫീച്ചർ. ഇപ്പം നമ്മളുടെ പ്രീസെറ്റുകൾ അപ്പോൾ യുവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് കാണാം. നമ്മുടെ ആക്ഷൻസ് ബട്ടൺ മോഡിലേക്ക് പോകാതെ തന്നെ ബട്ടൺ മോഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ക്ലിക്കിനകത്ത് നമുക്ക് നമ്മളുടെ ആക്ഷന് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് പ്ലേ ആയി. കുറേ കൂടെ ഫാസ്റ്റാണ് കേട്ടോ. നമ്മുടെ AI ആക്ഷനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് റൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ സജഷനിൽ കുറേ അധികം ഫീച്ചറുകളുണ്ട്. അതിൽ ആദ്യത്തെ ഫീച്ചറാണ് ബേസ്ഡ് ഓൺ യുവർ ഇമേജ്. നമ്മളുടെ ഇമേജിനെ അനലൈസ് ചെയ്തിട്ട് ഇതിന് പറ്റിയിട്ടുള്ള ആക്ഷൻസ് പ്രീസെറ്റ് പോലെ നമുക്ക്, അതായത് ഫോട്ടോഷോപ്പിൽ പ്രീസെറ്റ് ഉപയോഗിക്കാൻ പറ്റുക, അത് ലൈറ്റ് റൂമിലുള്ള പ്രീസെറ്റുകളെ പോലെ ഫോട്ടോഷോപ്പിൽ പ്രീസെറ്റ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് റൂമിൽ നമ്മൾ പ്രീസെറ്റ് കാണുന്ന പോലെ നമ്മളുടെ ആക്ഷൻസിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ ഇമേജിനെ റീഡ് ചെയ്തിട്ടുള്ള ജനറേറ്റിംഗ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓക്കെ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇമേജിനെ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇത് പുതിയ തരത്തിലുള്ള ആക്ഷൻസ്, ഇതിന് ആപ്റ്റായിട്ടുള്ള മറ്റ് ആക്ഷൻസ് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഇതിനകത്തുള്ള ആക്ഷൻസ് ആണ് കേട്ടോ. നമ്മൾ വേറെ ഇൻസ്റ്റാൾ ചെയ്ത ആക്ഷൻസോ ഒന്നുമല്ല, ഇവരുടെ ആക്ഷൻ ലൈബ്രറിയിലുള്ള ആക്ഷൻസ് ആണ്. ആൻഡ് ഫീച്ചേർഡ് എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട സെറ്റിങ്സുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോ അഡ്ജസ്റ്റ് ലെവൽ, ഓട്ടോ വൈബ്രൻസ്, ബൂസ്റ്റ് വൈബ്രൻസ്, ഷാർപ്പൻ ഇമേജ്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, സെലക്ട് സബ്ജക്റ്റ്, ഇതൊക്കെ നമുക്ക് ആക്ഷനായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. സോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ഇതിനൊന്നും പ്രിവ്യൂ, സോ അതൊന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള സമയമെടുക്കും. റിവ്യൂ കാണാം നമുക്ക്. ഇതൊരു വണ്ടർഫുൾ, അതായത് ഒരു ഗെയിം ചേഞ്ചർ ഫീച്ചറായിരിക്കും ഈ ആക്ഷൻസിനകത്ത് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു സംഗതി ഉള്ളത് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം ചെയ്തു, നമുക്കിതെല്ലാം ഒറ്റ ലൈനിൽ ഒരേപോലെ വരണം. ഞാനിതൊന്ന് ഫോണ്ട് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ലൈക്ക്
ഈ കോഴ്സ് എന്നുള്ള വലുതായിട്ട് വേണം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, സെലക്ട് ചെയ്യുന്നു ആൻഡ് വലുതാക്കുന്നു, ദെൻ ഇതൊന്ന് വലുതാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത്. ബട്ട് ഇനി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ഐക്കൺ കാണാം, ഡൈനാമിക് ടെക്സ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ജസ്റ്റ് വൺ ക്ലിക്ക്. നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഗൈഡിങ് ക്ലാസ് മെയ്. സോ എനിക്ക് കളർ ഗ്രേഡിങ് രണ്ടായിട്ട് വേണം. കളർ ഗ്രേഡിങ് കോഴ്സ് അറ്റ് റീനസ് അക്കാഡമി, ഏറ്റവും കൂടെ കൊടുക്കണം. ഫാൻറ്റാസ്റ്റിക് ജോബ്. ഇതിങ്ങനെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. ഇതിൻ്റെ അഡീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ജസ്റ്റ് പാരഗ്രാഫ് ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇതൊന്നും ഡൈനാമിക് ടെക്സ്റ്റിൽ വർക്കിംഗ് അല്ല. ആൻഡ് ഡൈനാമിക് ടെക്സ്റ്റിൽ ഇത് കണ്ടോ, ഡൈനാമിക് ടെക്സ്റ്റ് ഓണാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുള്ളൂ. ഓക്കെ, ഡൈനാമിക് ടെക്സ്റ്റ് ഓൺ ചെയ്തു. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ കാണാം. ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടോ ഈ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ മാറുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഗ്യാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇൻ ലൈൻ ബിറ്റ്വീൻ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് ഡൈനാമിക് ടെക്സ്റ്റിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയാണ് ഫോട്ടോഷോപ്പിനകത്ത്, ലൈറ്റ് റൂമിനകത്ത്, ക്യാമറ റോക്കകത്തൊക്കെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. തീർന്നിട്ടില്ല. നമ്മുടെ ലൈറ്റ് റൂം മൊബൈൽ വേർഷനകത്തും കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. ക്വിക്ക് ആക്ഷനാണ് ലൈറ്റ് റൂം മൊബൈൽ വേർഷനിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതൊരു മാസ്ക് തന്നെയാണ് കേട്ടോ. മാസ്കിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. മുമ്പ് കുറേ പ്രീസെറ്റിൽ നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടുമായിരുന്നു. ഈ ഫസ്റ്റ് കാണുന്ന ഇതാണ് ക്വിക്ക് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ സബ്ജക്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, സ്കൈ ഒക്കെ നേരത്തെ ഉള്ളതാണ്. ഈ റീടച്ച് ആണ് ഇപ്പോൾ വന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ടീത്ത്, ഐ, സ്കിൻ, ഹെയർ ആൻഡ് ക്ലോത്ത്സ്, ഇത്രയാണുള്ളത്. ഇത് എല്ലാവരുടെയും ഒരുമിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇൻഡിവിജ്വലി ഓരോ ആളുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എടുത്ത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ നമുക്ക് എല്ലാ ആളുകളെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ കൊടുത്തേക്കുന്ന സ്മൂത്ത് അല്ലെങ്കിൽ ടീത്ത് വൈറ്റൻ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ കൂടിയിട്ട് ഇത് അപ്ലൈ ആവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്കിനകത്താണ്. സോ മാസ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് വെച്ച ഇമേജാണ്. അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ റീടച്ചിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ ഡിപ്പെൻസ് കുറച്ച് സമയം എടുത്തേക്കാം. കണ്ടോ, നേരത്തെ കണ്ട എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ സ്കിന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അടിക്കുന്നു. ഇനി നമ്മൾ മാസ്കിൽ വരുന്നു. മാസ്കിൽ കണ്ടോ ആ സ്കിന്ന് അവിടെ മാസ്ക് ചെയ്ത് കിടപ്പുണ്ട്. ഇനി നമുക്ക് മാസ്കിൽ ഉപയോഗിക്കാവുന്ന ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റൂം മൊബൈൽ വെർഷനിലും നമുക്കിപ്പം പീപ്പിൾ സെലക്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ അവസാനം ഫോട്ടോഷോപ്പിലും അപ്ഡേറ്റ് വന്നു എന്ന് പറയാൻ കാര്യം? ഈ ഫീച്ചറുകളൊക്കെ മറ്റ് സോഫ്റ്റ്വെയറുകൾ, ലുമിനാർ നിയോയിലും ക്യാപ്ചർ വണ്ണിലും മറ്റ് സോഫ്റ്റ്വെയർ AI സോഫ്റ്റ്വെയറുകളിലൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങളാണ്. ഫോട്ടോഷോപ്പിൽ ഇപ്പോഴാണ് അത് വന്നതെന്ന് മാത്രം. അഡോബിൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെ 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് അവർ റിലീസ് ചെയ്യുള്ളൂ. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകളാണല്ലോ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് തരാം. ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ മാസത്തിൽ ഓരോ അപ്ഡേറ്റുകളായിട്ട് തരാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത് വരാനുള്ളത് ആനിമൽ സെലക്ഷൻസ്, വെഹിക്കിൾ സെലക്ഷൻസ് ഒക്കെ ആയിരിക്കും AIക്കകത്ത് വരാനുണ്ടാവുക. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതെൻ്റെ ഇൻഡ്യൂഷനാണ്. ലൈക്ക് അതൊക്കെ ഇനി വരാനിരിക്കുന്നു. എനിവേ, അപ്പോൾ ഇനി അടുത്ത ഇതുപോലത്തെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഗുഡ് ബൈ.